ഹൊറർ ത്രില്ലർ എന്നും പറഞ്ഞാണ് ഞാൻ കയറിയത്. പക്ഷേ ഇതൊരു തരും പോലും നമ്മളെ ഹൊററോ ഒന്നും ഫീൽ ചെയ്യിക്കില്ല. ത്രില്ലർ എന്ന് പറയാനും പറ്റില്ല. നമ്മൾ സാധാരണ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തയ്യൽ മെഷീനിൽ പ്രേത സാന്നിധ്യം അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കയറിയത്. പിന്നെ അവരെ ട്രോളാൻ വേണ്ടി ആൾക്കാരുള്ളതുകൊണ്ട് അവരെന്ത് കാണിച്ചാലും ആൾക്കാർ വിമർശിക്കും. കങ്കുവയിലൊക്കെ നമുക്ക് ചെവി പറ്റില്ല, അതേമാതിരിയുള്ള സൗണ്ട് എലമെൻ്റ് ആയിരുന്നു. അവിടുത്തെ പ്രശ്നമാണെന്ന് അറിയാൻ പറ്റില്ല. നമ്മളെ ചെവിടൊക്കെ അടിച്ചു, നമ്മളെ കർണപടമൊക്കെ പൊട്ടിപ്പോവും, അമ്മാതിരി ഒരു സംഭവമായിപ്പോയി. അതാണ് അതിൽ വെറുപ്പിക്കുന്നത്. തയ്യൽ മെഷീൻ ഇതൊരു ഹൊറർ ത്രില്ലർ എന്നും പറഞ്ഞാണ് ഞാൻ കയറിയത്. പക്ഷേ നമുക്ക് യാതൊരു തരും പോലും നമ്മളെ ഹൊററോ ഒന്നും ഫീൽ ചെയ്യിക്കില്ല. അത് ഒരു ത്രില്ലർ എന്ന് പറയാനും പറ്റില്ല. ഒരു പ്രേതമൊക്കെ ഉണ്ട്, പ്രേതമായിട്ടൊക്കെയാണ് നമ്മുടെ ഗായത്രി സുരേഷ് അഭിനയിച്ചേക്കുന്നത്. പുള്ളിക്കാരി പക്ഷേ ഒരു അതിഥി കഥാപാത്രം പോലെയാണ് അതിൽ ചെയ്തേക്കുന്നത്. പുള്ളിക്കാരിക്ക് അതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. പിന്നെ അതിലെ നായകൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കിച്ചു ടെല്ലസ് ആണ്. പുള്ളിയുടെ ആ ഒരു തോളിൽ കയറി, പുള്ളിയുടെ ആ ഒരു കഥാപാത്രത്തിൻ്റെ മേളിൽ കയറിയാണ് ഈ സിനിമ തുടക്കമല്ലോ. വെറും 1.5 മണിക്കൂറേ ഉള്ളൂ സിനിമ, ഒരു ഷോർട്ട് ഫിലിമിൻ്റെ അത്ര ലെങ്ത്തേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് അതിൽ പറയാൻ മാത്രമുള്ളതൊന്നും പ്രത്യേകിച്ച് ഒരു എലമെൻറ്റും ഇല്ല. പിന്നെ വളരെ കുറച്ച് ശ്രുതി ജയനുണ്ട്, പിന്നെ പുതിയ കുറേ കഥാപാത്രങ്ങൾ, നടന്മാർ, അവരൊന്നും അത്ര നമുക്കൊന്നും രസമായിട്ടൊന്നും തോന്നില്ല. പിന്നെ ഈ കിച്ചു ടെല്ലസ് പുള്ളി തുടക്കം മുതൽ എടുക്കും വരെ പുള്ളി വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ആ തോളത്താണ് സിനിമ എടുത്ത് വച്ചേക്കുന്നത്. പുള്ളിയുടെ റോൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ സാധാരണ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ തയ്യൽ മെഷീനിൽ പ്രേത സാന്നിധ്യം അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കയറിയത്. പക്ഷേ പിന്നെ അതിൽ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിൽ തിയേറ്റർ എൻ്റെ കുഴപ്പമാണോ, അവിടുത്തെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണോ, ഇതിൽ സൗണ്ട് മിക്സിങ്ങിൻ്റെ കുഴപ്പമാണോ എന്ന് പറഞ്ഞുകൂടാ. നമ്മൾ ഇത് ഹൊററെന്ന് കാണിക്കാൻ വേണ്ടി നമ്മളെ ചെകിട് അടച്ചു പോകുന്ന അമ്മാതിരി ശബ്ദമാണ്. ചെവി നമ്മൾ കങ്കുവയിലൊക്കെ നമുക്ക് ചെവി പറ്റില്ല, അതേമാതിരിയുള്ള ഒരു സൗണ്ട് എലമെൻ്റ് ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഒരു അത്ര ഒരു ഹൊററൊന്നും പറയാൻ പറ്റില്ല. ഹൊററെന്ന് പറഞ്ഞാൽ ആ കേൾക്കുമ്പോഴേ എനിക്കറിയാതെ ശരി വരും. എനിക്കത് തീരെ രസിച്ചില്ല. ആകെ ഒരു എടുത്ത് പറയാനുള്ളത് കിച്ചു ടെല്ലസിൻ്റെ ആ പെർഫോമൻസാണ്. അത് മാത്രമേ എനിക്കത് നല്ലതായിട്ട് തോന്നിയുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് ഭയങ്കരമായിട്ട് ഹൊറിബിളായിരുന്നു. അതിൻ്റെ ഒരു അതിപ്രസരം എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ബിലോ അവരിൽ നിന്ന് പറയാം, അങ്ങനത്തെ ഒരു മൂവിയാണ്. തയ്യൽ മെഷീനിലെ ഗായത്രിയുടെ മുഖം വെച്ചിട്ടാണ് ഈ സിനിമ കാണിച്ചിട്ടുണ്ടെങ്കിലും പുള്ളിക്കാരി ഒരു അതിഥി വേഷം എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളിക്കാരി വളരെ കുറച്ച് ഇത് മാത്രമേ ഉള്ളൂ, കുറച്ച് ഫ്ലാഷ് ബാക്കും പിന്നെ പ്രേതമായിട്ടൊക്കെ കുറച്ച്, പിന്നെ ഉള്ള ഇതിൽ പുള്ളിക്കാരി കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളിക്കാരിക്ക് അതിൽ പ്രത്യേകിച്ച് റോളില്ല, ഉള്ളത് ഒരു കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. പിന്നെ അവരെ ട്രോളാൻ വേണ്ടി ആൾക്കാരുള്ളതുകൊണ്ട് അവരെന്ത് കാണിച്ചാലും ആൾക്കാർ വിമർശിക്കും. പറഞ്ഞാൽ അവർ കൊടുത്തിട്ടുള്ള ഒരു പ്രേതം കയറിയ ഒരു സ്ത്രീയായിട്ട് അല്ലെങ്കിൽ പ്രേതമായിട്ട്, അവരാണ് അതിലെ പ്രേതം ഈ സിനിമയിൽ. പുള്ളിക്കാരി കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പ്രേതത്തിനൊന്നും അതിൽ വലിയ പ്രാധാന്യം ഇല്ല. പിന്നെ അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറാണ് ഒരു ഹൊറർ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുള്ള. പക്ഷേ എനിക്ക് ഹൊററായിട്ടും ത്രില്ലറായിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. തീർച്ചയായിട്ടും അത് അത്ര നമുക്ക് രസം. കാരണം നമുക്ക് വളരെ വളരെ നല്ല നല്ല ത്രില്ലറുകൾ, ഹൊറർ ത്രില്ലറുകളുണ്ട് നമ്മുടെ പല ഭാഷകളിലും. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനെ കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഹൊറർ ത്രില്ലെന്നും പറഞ്ഞാൽ നമ്മളെ ഈ സൗണ്ട് മിക്സിംഗ് ആണോ ഇനി തിയേറ്ററിൻ്റെ കുഴപ്പമാണെന്ന് എനിക്കറിയാൻ പാടില്ല. അവിടുത്തെ പ്രശ്നമാണെന്ന് അറിയാൻ പാടില്ല. നമ്മളെ ചെവിടൊക്കെ അടിച്ചു, നമ്മളെ കർണപടമൊക്കെ പൊട്ടിപ്പോവും, അമ്മാതിരി അങ്ങ് ഒരു സംഭവമായിപ്പോയി. അതാണ് അതിൽ വെറുപ്പിക്കുന്നത്. നമ്മൾ ഈ ശബ്ദത്തിൻ്റെ അതിപ്രസംഗം കാരണം നമുക്കൊന്നും ആസ്വദിക്കാനൊന്നും പറ്റില്ല. ഇനി അത് സിനിമാക്കാർ അവർ തന്നെ ശ്രദ്ധിക്കണം. ഇനി അവർ സൗണ്ട് മിക്സ് ചെയ്യേണ്ട കുഴപ്പമാണോ, അത് ഈ പ്രദർശിപ്പിച്ച തിയേറ്ററിൻ്റെ സ്ക്രീനിൻ്റെ കുഴപ്പമാണോ എന്ന് അവർ തന്നെ പരിശോധിച്ച് നോക്കണം.